ഈ ജാഥ ഞങ്ങൾ പ്രയാണം നടത്തി ഇപ്പോൾ UDFന്റെ ജാഥയും പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട് UDF കൺവീനർ ഇന്നലെ ചോദ്യം ചെയ്തത്. എന്താണ് ഈ ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനമെന്ന് നമുക്കെല്ലാം പൊതുവെ ധാരണയുള്ളത് തന്നെയാണ്. കാരണം UDF നേതാക്കൾ ആന്റണി, അതുപോലെ അടൂർ പ്രകാശൻ, ഇപ്പോഴത്തെ UDF കൺവീനർ MP, സോണിയാഗാന്ധിയെ പല പ്രാവശ്യം കാണാൻ പോയിട്ടുണ്ട്. ഇന്നിപ്പോഴും ചോദ്യം ചെയ്തപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി കോൺഗ്രസിന്റെ സ്വാധീനത്തിലാണ് ഞങ്ങൾക്ക് സോണിയാഗാന്ധിയെ കാണാൻ സാധിച്ചത് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്തായിരുന്നു അതിന്റെ ഉന്നം എന്ന് ഇന്നും പറഞ്ഞിട്ടില്ല. പ്രയാർ ഗോപാലകൃഷ്ണൻ മാത്രമേ മരിച്ചു പോയിട്ടുള്ളൂ. ബാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിയുണ്ട്, ഗോവർദ്ധനുണ്ട്. ഈ പറയുന്ന 2 കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്. എന്താണെന്ന് വ്യക്തമായിട്ടില്ല. ഇപ്പോൾ ചോദ്യം ചെയ്യലിന്റെ ഭാഗമായിട്ട് വ്യക്തമാവൂ എന്നുള്ളത് ഇപ്പം നമുക്ക് പറയാൻ സാധിക്കുന്നതല്ല. മാത്രമല്ല, കേരളത്തിന് വെളിയിലും അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവരുമായിട്ട്, ഈ കൂട്ടുപ്രതികളുമായി എന്ന് പറഞ്ഞാൽ സ്വർണം കൊള്ള നടത്തുകയും ആ കൊള്ള മുതൽ വാങ്ങുകയും ഒക്കെ ചെയ്തവരുമായി വലിയ സൗഹൃദവും സമ്മാനങ്ങൾ കൈമാറുന്ന അവസ്ഥയും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന്, അവരുടെ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് ഇപ്പോൾ പൊതുവായിട്ട് വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. ചോദ്യം ചെയ്യലിന് ശേഷം ഇന്നലെ വളരെ പ്രകോപനപരമായിരുന്നു UDF കൺവീനറുടെ നില. അടൂർ പ്രകാശ് ഇന്നലെ രാഷ്ട്രീയ പ്രേരിതമാണോ എന്ന് ചോദിച്ചപ്പോൾ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. UDFകാർ പലരും പറഞ്ഞുകൊണ്ടിരുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ്, VD സതീശൻ ഉൾപ്പെടെ. പക്ഷേ അടൂർ പ്രകാശൻ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയാൻ കൂട്ടാക്കിയില്ല. മാത്രമല്ല, ഇന്നലെ അദ്ദേഹത്തിന്റെ ഒരു നിലപാട് റിപ്പോർട്ടർ TVയെ ഞാൻ പൂട്ടിക്കുമെന്നാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പൂട്ടിയത്. അപ്പോൾ അജണ്ട മനസ്സിലായല്ലോ. വിമർശനാത്മകമായ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നവരെല്ലാം പൂട്ടിക്കുക. എന്തിന്റെ സ്വാതന്ത്ര്യത്തെപ്പറ്റിയാണ് ഇവരെല്ലാം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ അതിന്നലെ അടൂർ പ്രകാശ് തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. വേറൊരു പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ ഇപ്രാവശ്യം വന്നിട്ടുള്ളത്, ഇതിന്റെ തന്നെ പ്രതികൾ, ഇവരൊക്കെ ആയിട്ടുള്ള പ്രതികളാണ് ഇതെല്ലാം. ഈ സ്വർണ്ണ കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട കേസിന്റെ അന്വേഷണ പരിധിയിലുള്ളവരാണ് പലരും. അതിലുള്ള ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ചോദ്യം ചെയ്യപ്പെട്ട ഒരാൾ രാജു വെളിപ്പെടുത്തിയ പ്രധാനപ്പെട്ട ഒരു കാര്യം, പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് 2 കോടി ഉറുപ്പിക എന്നോട് കടം വാങ്ങിയിട്ടുണ്ട് എന്നാണ്. സ്വാഭാവികമായിട്ടും ആന്റണി ഒരു MP ആണ്. ഇന്ത്യൻ ഭരണഘടനാപരമായിട്ടുള്ള പണ ഇടപാട് സംബന്ധിച്ച് ഇപ്പോ 2 കോടി എങ്ങനെയാ വാങ്ങുക? അക്കൗണ്ടിലാണോ അത് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്? ഒരാളോട് വാങ്ങാൻ പറ്റുന്ന പണം എത്രയാണെന്ന് കണക്കുണ്ട്. അപ്പോൾ 2 കോടി ഉറുപ്പിക എങ്ങനെ വാങ്ങി എന്നത് വ്യക്തമാക്കേണ്ടത് ഇനി ആന്റണിയാണ്. കൊടുത്തു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വീടില്ലാണ്ടാണ് കൊടുത്തതെന്നും പറഞ്ഞിട്ടുണ്ട്. അത് എങ്ങനെ വാങ്ങിയെന്ന് മനസ്സിലാക്കിയാലാണ് കള്ളപ്പണമാണോ വാങ്ങിയത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആന്റണി പറഞ്ഞു, ഞാൻ പണം വാങ്ങിയിട്ടുണ്ട്, പണം കൊടുത്തിട്ടുണ്ട്, തിരിച്ചു തന്നിട്ടില്ല. 20 ലക്ഷം മാത്രമേ തിരിച്ചു തന്നിട്ടുള്ളൂ. ബാക്കി തിരിച്ചു തരാൻ ബാക്കി. അത് എന്റെ മകൾ ഉൾപ്പെടെ പോയിട്ട് കേണ് പറഞ്ഞിട്ട് അവസാനം 20 ലക്ഷം കിട്ടിയത്. അതിന്റെ അപ്പുറം കിട്ടിയിട്ടില്ല. 2 കോടിയിൽ 20 ലക്ഷം മാത്രമേ തിരിച്ചു കിട്ടിയിട്ടുള്ളൂ, ബാക്കി കിട്ടിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ ഈ പറയുന്ന 2 കോടി ഉറുപ്പിക യഥാർത്ഥത്തിൽ ഒരു MPക്ക് എന്തിനാണ് 2 കോടി ഉറുപ്പിക ചെലവാക്കാൻ? ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗമായിട്ട് അന്നത്തെ പരിസ്ഥിതിയിൽ 90-95 ലക്ഷം ഉറുപ്പിക ചെലവാക്കാൻ പറ്റുള്ളൂ. ബാക്കി ഈ കോടിയോടെയാ പോയെ? പണം എന്താ ചെയ്തേ? അപ്പോൾ വലിയ രീതിയിലൊരു ഗൂഢാലോചനയുണ്ട് ഇതിന്.
പണാധിപത്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇലക്ഷനെ അവർ കൈകാര്യം ചെയ്യുന്നത്. അതാണ് ഈ വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഇത് യഥാർത്ഥത്തിൽ ഈ പണം എങ്ങനെയാണ് ഉപയോഗിച്ചതെന്നും എങ്ങനെയാണ് സ്വീകരിച്ചതെന്നും എങ്ങനെയാണ് മടക്കി കൊടുത്തതെന്നും രേഖാപരമായിട്ട് പറയാനുള്ള ഉത്തരവാദിത്വമുള്ളത് ആന്റണി എന്ന് പറയുന്ന എംപിക്കാണ്.